ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മളിന്ന് പരിചയപ്പെടാനും അൺബോക്സ് ഒക്കെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്താ പറയുക ടാബ്ലറ്റ് അണ്ടർ 35,000 അല്ലെങ്കിൽ 40,000 എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ വെച്ചാൽ അതിന് കുറേ വേരിയന്റുകളുണ്ട്. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സാംസങ്ങിന്റെ ഗാലക്സി ടാബ് S9FE ആണ്. ഈ സാധനത്തിന്റെ പേര് ഇതെല്ലാം കൂടി ആകെ കൺഫ്യൂഷൻ ആവും. S23, S24, അത് കഴിഞ്ഞപ്പോൾ S9, ആകെ കൺഫ്യൂഷൻ അവർക്ക് എസ് സീരീസ് വെച്ചുള്ള സംഭവമുണ്ട്. അപ്പോൾ ഇത് ഇവരെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ S9 സീരീസ് ഇറങ്ങിയപ്പോൾ അതിന്റെ കൂടെ ഇറങ്ങിയ ഒരു ഫാൻ എഡിഷൻ ആണ്. ഇപ്പൊ അവര് നമ്മുടെ ഫോണിൽ ഇറക്കുന്ന ഫാൻ എഡിഷൻ ഫോണിൽ ഇറക്കുന്ന പോലെ തന്നെ ഇപ്പൊ ടാബ്ലറ്റ് ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ എഡിഷൻ ആണത്. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. പക്ഷെ എന്റെ ഒരു അഭിപ്രായം നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊസസർ എന്ന് പറയുന്നത് Exynos 1380 ആണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആക്കായിരുന്നു. സ്നാപ്ഡ്രാഗന്റെ ഏതെങ്കിലും പ്രൊസസർ വെക്കായിരുന്നു, അത്യാവശ്യം Gen 1 എങ്കിലും വെക്കായിരുന്നു. എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് 36,000 ആണ് ഇതിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. 6GB വേരിയന്റ്, 128GB, പിന്നെ 8GB വേരിയന്റ്, 250GB ഉണ്ട്. അപ്പോൾ ഇത് 8GB വേരിയന്റ് ആണ്. അപ്പോൾ നമുക്കിത് ഓഫറും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 40,000 താഴെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു നമ്മുടെ ബേസ് വേരിയന്റ് 6GB വേരിയന്റ് പോയത് തന്നെ അത്യാവശ്യം നല്ല സൂപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞത്. അപ്പൊ അത് പോയത് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 32,000 ഒക്കെ നമുക്ക് HDFC ബാങ്ക് ഡിസ്കൗണ്ട് ഒക്കെ ക്രെഡിറ്റ് കാർഡ് ഡിസ്കൗണ്ട് ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 35,000 താഴെ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്, പ്രത്യേകിച്ച് പെൻ യൂസിന് വരുമ്പോൾ. അപ്പോൾ റെഡ്മിയുടെ അല്ലെങ്കിൽ ഷവോമി പാഡ് 6 സംഭവം ഉണ്ട്. അത് സാധനം തീരെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ റീസെന്റ് കുറച്ച് ദിവസം മുമ്പ് ഉപയോഗിച്ചിട്ടാണത്. അത് തനിയൊരു മാർക്കറ്റിംഗ് ഗിമിക്ക് പോലെയായിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് അതിന്റെ ഫ്രെയിമും അതിന്റെ മുകളിലത്തെ സംഭവങ്ങളൊക്കെ പ്ലാസ്റ്റിക് ആണ്. അങ്ങനത്തെ കുറെ പ്രോബ്ലംസുകൾ ഉണ്ട്. അതിന്റെ പെന്ന് ഭയങ്കര നഷ്ടമാണ് കേട്ടോ. പെന്ന് വാങ്ങിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 5,000 6,000 സംതിങ് ആ പെന്നിന് പ്രൈസ് വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഈ നമ്മുടെ എസ് പെന്നിന്റെ 7,000 പോവില്ല ആ സാധനം. അതിനായിട്ടും അത് OnePlusന്റെ പെന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത് ചൈനീസ് ബ്രാൻഡാണ്. പിന്നെ നമ്മുടെ അതിൽ പക്ഷെ ഹൈപ്പർ വോയിസ് വരുന്നുണ്ട്. പക്ഷെ എന്നാലും അത് ക്ലീനും സംഭവം ഒന്നല്ല. പക്ഷെ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ് ഷവോമിയുടെ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെയും ഭേദം ഒപ്പോ ആ റേഞ്ചൊക്കെയാണ്. അപ്പൊ നമ്മൾ റീസെന്റ് മുമ്പ് OnePlusന്റെ പാഡ് അൺബോക്സിങ് സംഭവമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് OnePlusന്റെ പാഡ് പിന്നെയും കുഴപ്പമില്ല, നല്ല ഹൈ പവർ, അത്യാവശ്യം നല്ല പവർഫുൾ ആണ്. ഗെയിമിംഗ് സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇതിന് ഞാൻ ഗെയിമിങ്ങിന് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അത് അൺബോക്സിങ് ചെയ്താണ്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇതാണ് പാഡ് വരുന്നത്, അല്ല നമ്മുടെ കവർ വരുന്നത്. ഇതിന്റെ ഉള്ളിൽ ഒരു മാങ്ങാത്തോലിയും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അഡാപ്റ്റർ ഒന്നും ഇല്ല. തനി കൂതറ പരിപാടിയന്മാരൊക്കെ കാണിക്കുന്നത്. ഇത് മാനുഫാക്ചർഡ് ബൈ ഡെല്ലി, ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ് കേട്ടോ. മാനുഫാക്ചർഡ് ബൈ ഹാൻസോൾ ഇലക്ട്രോണിക്സ് വിയറ്റ്നാം കോപ്പറേറ്റീവ് ലിമിറ്റഡ്. അല്ല, ഇത് വിയറ്റ്നാം എന്ന് വരുന്നതാണ്. മാർക്കറ്റഡ് ആൻഡ് ഇമ്പോർട്ടഡ് ബൈ സാംസങ് ഇന്ത്യയാണ്. അപ്പോൾ ട്രാവൽ അഡാപ്റ്റർ സോൾഡ് സെപ്പറേറ്റ്ലി അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ കൺട്രി ഓഫ് ഒറിജിൻ മെയ്ഡ് ഇൻ വിയറ്റ്നാം അവിടെ താഴെ എഴുതിയിട്ടുണ്ട്. ഇതിനുള്ള ഒന്നും ഇവരെന്തിനാണ് ഇതൊക്കെ? ഞാൻ OnePlusന്റെ പാഡ് വാങ്ങിച്ചപ്പോൾ നമ്മൾ അതിന്റെ അൺബോക്സിങ് കണ്ടത്. അതിനുള്ള എന്തൊക്കെ സാധനങ്ങളാണ് ഇവർക്ക്. ഈ ആപ്പിൾ തുടങ്ങി വെച്ച പരിപാടിയാണ് ഈ സാധനങ്ങളൊക്കെ ഫുള്ള്. അപ്പൊ ഇതിൽ നമുക്ക് പാഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവറിലാണ്. അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. പ്ലാസ്റ്റിക് അല്ല, സോറി, ഇത് പേപ്പറാണ്. പേപ്പർ കവറിലാണ്, പ്ലാസ്റ്റിക് ഒക്കെ ഒഴിവാക്കിയിട്ട്. പിന്നെ നമുക്ക് ഇവിടെ S Pen ഇട്ടിരിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി പാഡ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് 6.1 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് സാധനം വന്നിട്ടുണ്ടാകുന്ന കണ്ടു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഈ S Pen ഉണ്ട്. ഇത് കളർ അനുസരിച്ചിട്ട് നമ്മുടെ ഏതാണ്, എൻ്റെ ഇപ്പോൾ ഗ്രേ കളറാണ്. അപ്പൊ അതിനനുസരിച്ച് ഗ്രേ കളർ ആയിട്ടുള്ള S Penന്റെ കളർ വന്നിരിക്കുന്നത് നല്ല ഇടിപൊട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി Type-C to Type-C കേബിളാണ്. ഇപ്പൊ എൻ്റെ വേറെ നമ്മുടെ S23ന്റെയും അതുപോലെ തന്നെ പിക്സലിന്റെ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് എടുത്തിട്ടില്ല. Type-C to Type-C ആണ്. ഇത് 45 വാട്ട് വരെ നമുക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പൊ എൻ്റെ ഞാൻ ഓൾറെഡി മുമ്പ് നമ്മളെ വീഡിയോ ഇട്ടുണ്ട്. ഹണിവെല്ലിന്റെ ഞാനൊരു ട്രാവൽ അഡാപ്റ്റർ PD ചാർജിങ് സപ്പോർട്ട് ഉള്ളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പിക്സലിനും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. ഞാൻ iPhone 15 അതുപോലെ ഇപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ അഡാപ്റ്റർ ഉപയോഗിക്കാൻ പോകുന്നത്. സെപ്പറേറ്റ് ഒരു അഡാപ്റ്ററിന്റെ ആവശ്യമില്ല. അതിൽ ഒന്നാമത് 2 ഡബിൾ പോർട്ടും വരുന്നുണ്ട്. അതിന് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഒരു 45 വാട്ടിന്റെ ഒരു 1,500 രൂപയ്ക്ക് കിട്ടുന്ന ഒരു നല്ല സാധനമാണ്. എന്താ വെച്ചാൽ കിടിലൻ സാധനമാണ്. ഹണിവെൽ എന്ന് പറയുന്നത് ബ്രാൻഡ്, ഇന്റർനാഷണൽ ബ്രാൻഡാണ്. അപ്പോൾ ചീപ്പ് സാധനം ഒന്നും വാങ്ങിച്ച് ഉപയോഗിക്കരുത്. നിങ്ങളുടെ ഫോൺ അടിച്ചു, പ്രത്യേകിച്ച് ഐഫോണിനൊക്കെ ഭയങ്കര പണിയാണ്. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ബോക്സും കൂടി ഉണ്ട്. ഇതിൽ നമുക്ക് ബുക്ക്ലെറ്റ്സും അതുപോലെ തന്നെ സിം ചെക്ടബിൾ സംഭവം ഉണ്ട്. പക്ഷെ ഇതിൽ 5G വേരിയന്റ് ഉണ്ട് കേട്ടോ. ഞാൻ പക്ഷേ 5G വേരിയന്റ് നല്ല വാങ്ങിച്ചു, വൈഫൈ തന്നെ വാങ്ങിച്ചു. പക്ഷെ നമുക്ക് ഇതിൽ SD കാർഡ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഞാനൊരു സാംസങ്ങിന്റെ SD കാർഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ബോക്സിലുള്ളത്. ഇത്രേ ഉള്ളൂ ബോക്സിൽ, ഇതൊക്കെയല്ല, ഇത്രേ ഉള്ളൂ ബോക്സിൽ. അപ്പൊ നമ്മുടെ ടാബ്ലറ്റ് ആണ് ഈ സാധനം. ഇത് പ്ലസ് അല്ല, ഇതിന്റെ പ്ലസ് വേരിയന്റും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് 1UI 6.1ലേക്ക്.
അപ്പോൾ ഇത് ഇത് ഞാൻ ജസ്റ്റ് ഇനീഷ്യൽ നമ്മളൊരു ഓവർവ്യൂ മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ ഈ വീഡിയോയിൽ. ഞാൻ വേണമെങ്കിൽ റിവ്യൂ സെപ്പറേറ്റ് വേറെ സംഭവങ്ങൾ വേറെ ചെയ്യാം. ഓവറോൾ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 8GB വേരിയന്റ് ആണ്, ലാഗും സംഭവങ്ങളൊന്നുമില്ല. 6GBയിലും ലാഗും സംഭവങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ ഉപയോഗിച്ചപ്പോൾ കണ്ടത് കേട്ടോ. ഞാൻ ഇതിൻ്റെ നമ്മുടെ ഷോപ്പിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും വാങ്ങിക്കുന്ന സ്ഥിതിക്ക് 8GB വാങ്ങിക്കാം. പിന്നെ 256GB വേണമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടിയാണ് കൊണ്ടാണ് നമ്മൾ ആ വേരിയന്റ് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ബേസിക് തന്നെ ബേസിക് മോഡൽ മതി എന്നുണ്ടെങ്കിൽ 6GB വാങ്ങിച്ചാൽ 6GB അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2.5GB ഒക്കെ ഫ്രീ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. പക്ഷെ ഭയങ്കര അധികം എന്താ പറയുക ആപ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഗെയിംസും നമ്മളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റാം കുറച്ച്. പിന്നെ അതിൽ വെർച്വൽ റാം ശരിക്കും തനി ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ചെറുതായിട്ടൊക്കെ ചില സമയത്തൊക്കെ സാധനം വർക്കാവുന്നു മാത്രം. പക്ഷെ ഇത് ഫുൾ ഉടായ്പ പരിപാടിയാണ്. ഈ വെർച്വൽ റാം എന്ന് പറയുന്ന സാധനം തനി ഉടായ്പാണ് കേട്ടോ. ശരിക്കും തനി ഉടായ്പാണ്. മാർക്കറ്റിംഗ് ഗിമ്മിക്ക് എന്നാണ് വേണമെങ്കിൽ കറക്റ്റായിട്ട് തന്നെ പറയാം. ഓവറോൾ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ എത്ര യൂസ് ചെയ്താൽ ഒരു ഓൾമോസ്റ്റ് ഞാനിപ്പോൾ ഒരു കുറച്ച് മണിക്കൂറാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ റിവ്യൂ അല്ല പറയാൻ പോകുന്നത്, ജസ്റ്റ് ഓവർവ്യൂ ആണ് പറയാൻ പോകുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് ടാബ്ലറ്റ് എന്ന് പറയാം. പ്രത്യേകിച്ച് പെൻ ന്യൂസിനൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് നോട്ട്സ് സംഭവങ്ങളൊക്കെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ നമുക്ക് ഇതിലിപ്പോൾ AI ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 6.1 അപ്ഡേറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ നമുക്ക് AI ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പോൾ എഡിറ്റിംഗ് സംഭവത്തിനൊക്കെ അത്യാവശ്യം ഫോട്ടോ എഡിറ്റിംഗ് സംഭവത്തിനൊക്കെ നമുക്ക് ഈ പെൻ ഉപയോഗിക്കാം. പിന്നെ എക്സിനോസിന്റെ 1380 എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു ആവറേജ് എന്നൊക്കെ തന്നെ പറയാനുള്ളൂ. നമുക്കൊരു വേണമെങ്കിൽ ഒരു 888 താഴെ കൊടുക്കാൻ വേണമെങ്കിൽ ഒരു 6 എനിക്ക് തോന്നുന്നു 92 സ്കോറൊക്കെ ഒരു 6 lakh ആ റേഞ്ചൊക്കെ വരുള്ളൂ. ഭയങ്കര ഹൈ എന്നൊന്നും പറയില്ല, പക്ഷെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നന്നായിട്ട് തന്നെ അതൊരു ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് പാഡിന് വേണ്ടിയിട്ട് തന്നെ. പിന്നെ നമുക്ക് ഇതിൽ വരുന്നുണ്ട് ഫിംഗർ പ്രിന്റ് ലോക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലെന്താ അത്യാവശ്യം കോമ്പാക്റ്റ് ആണ് കേട്ടോ. അതുപോലെ അലുമിനിയം ബോഡിയാണ്, ഫുള്ളി അലുമിനിയം ബോഡിയാണ്. നമുക്ക് ഭയങ്കര പ്ലെയിൻ ആണ് ഇവിടെയൊക്കെ. ഇവര് തന്നെ ഇവിടെ എന്താ പറയുക ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഫിംഗർ പ്രിന്റ് ഇത് വരുന്നത് നമ്മുടെ പവർ ബട്ടണിൽ തന്നെയാണ്. നമുക്കൊരു ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റിവ്യൂ എന്തായാലും കാര്യമായിട്ട് വീഡിയോ സംഭവത്തൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം. സ്പീക്കർ ക്വാളിറ്റി നല്ലതാണ്. ഞാൻ ജസ്റ്റ് ഓവർവ്യൂ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. LCD ഡിസ്പ്ലേ ആണ്, AMOLED അല്ല. പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പം സാംസങ്ങിന്റെ ഡിസ്പ്ലേനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം എൻ്റെ ഈ 32 ഇഞ്ചിൻ്റെ മോണിറ്റർ സ്മാർട്ട് മോണിറ്ററാണ്. ഇതും സാംസങ് തന്നെയാണ്. നമ്മൾ സാംസങ്ങിൻ്റെ S23 എടുത്തപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മെയിൻ TV വീട്ടിലത്തെ TV താഴെ 55 ഇഞ്ചിൻ്റെ TVയും സാംസങ് തന്നെയാണ്. എന്താ പറയുക ഫ്രിഡ്ജ് സാംസങ് ആണ്. അത്യാവശ്യം നല്ല കസ്റ്റമർ കെയർ സപ്പോർട്ടൊക്കെ നമുക്ക് ഇതുവരെയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പിന്നെ വൈഫ് ഉപയോഗിക്കുന്നുണ്ട്, സാംസങ് വാച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് തന്നെ വേണമെങ്കിൽ പറയാം സാംസങ്ങിനെ. പക്ഷേ എന്താ പറയുക ഫേവറേറ്റ് ഒന്നും പറയാനില്ലെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി നല്ലല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞല്ലോ, ഇതിൽ മെയിനായിട്ട് കോൺ എന്ന് പറയുന്നതിൻ്റെ പ്രൊസസ്സറാണ്. പ്രൊസസ്സർ അത്യാവശ്യം നല്ല ഒരു ശരിക്കും 36-37 രൂപയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് 8GB വേരിയന്റൊക്കെ 45 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ പ്രൈസിനൊക്കെ ശരിക്കും നല്ല ക്വാളിറ്റി ഒരു അത്യാവശ്യം ഒരു 8gen 1 ആ റേഞ്ച് അല്ലെങ്കിൽ ഡയമൻസിറ്റി ആയാലും പോരാ. ഡയമൻസിറ്റി 9000 ആ സീരീസ് ഒക്കെ തന്നാലും മതിയായിരുന്നു. അത് അവരവിടെ ഒരു കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാംസങ്ങിന്റെ അവരുടെ ബ്രാൻഡ് നെയിം വെച്ചിട്ട് കുറെ സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അത് കുറച്ച് ഉടായ്പൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഓവറോൾ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഒരു ഭയങ്കര ഹൈ എന്നൊന്നും പറയില്ല, കുഴപ്പമില്ലാത്ത ഒരു സംഭവം തരുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. റെഡ്മി പാഡിനാട് ഷോമി പാഡിനാട്ടൊക്കെ ഭയങ്കര ഞാൻ ആദ്യം ഷോമി പാഡ് എടുത്ത് നോക്കിയാന്ന് വിചാരിച്ചു. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തു. അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ സാംസങ്ങിലേക്ക് തന്നെ പോയത്. അപ്പോൾ ഞാൻ സാംസങ്ങിന്റെ X6 ലൈറ്റിന്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ റിവ്യൂ നമ്മൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തത് നമ്മൾ പറയാം. എന്താ വെച്ചാൽ നമ്മളിതിൽ കുറച്ച് എന്താ പറയുക നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് നോട്ട്സും സംഭവങ്ങളൊക്കെ നമ്മൾ എഴുതാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ സാധനം ഓപ്പൺ ആയിട്ടാണ് നമ്മുടെ അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. ഞാനിത് അൺലോക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇനീഷ്യലി നമുക്ക് വെൽക്കം ടു OneUI എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് പുതിയ അപ്ഡേറ്റ് ആയതുകൊണ്ടേ, അപ്പോൾ ഇനീഷ്യൽ അപ്ഡേറ്റ് ആയതുകൊണ്ട് പുതിയ OneUI എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് ഇതിൽ പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 5G വേരിയന്റ് അല്ല, വൈഫൈ വേരിയന്റ് ആണ്. വൈഫൈ നല്ല കറക്റ്റായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് സൂപ്പറായിട്ട് തന്നെ കിട്ടുന്നുണ്ട്, ഇഷ്യൂ സംഭവമൊന്നുമില്ല. അപ്പോൾ ഓവറോൾ ഒരു 35,000 താഴെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ 6GB വേരിയന്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. നല്ല മോഡൽ തന്നെയാണ്, പ്രത്യേകിച്ച് പുതിയ മോഡലാണ്. അതുപോലെ തന്നെ ഒരു അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് എല്ലാ മാസവും കറക്റ്റായിട്ട് അപ്ഡേറ്റ്സും തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ഇയർ ആണെന്ന് തോന്നുന്നുണ്ട്. 3 ഇയർ നമ്മുടെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 4 ഇയർ
സെക്യൂരിറ്റി അപ്ഡേറ്റും സാംസങ് തരുന്നുണ്ട്. പിന്നെ സാംസങ്ങിന്റെ അപ്ഡേറ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ്രോയിഡിൽ വൺ ഓഫ് ദ ആക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് തരുന്ന റെഗുലർ ആയിട്ട് തരുന്ന ഒരു കമ്പനി തന്നെയാണ് സാംസങ്. ശരിക്കും ബാക്കി എല്ലാ ബ്രാൻഡുകളും കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് നമ്മൾ OnePlusന്റെ പാഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ സാധനം 2 മാസമായിട്ട് നമുക്ക് ലേറ്റസ്റ്റ് സെക്യൂരിറ്റി അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനത്തെ കുറെ ഇഷ്യൂ ഉണ്ട്. ബാക്കി പിന്നെ ഷവമിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാൻ അതിന്റെ റിവ്യൂ വീഡിയോ നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് പറയട്ടെ. നമ്മളിപ്പോൾ തന്നെ റിവ്യൂ പറയുന്നത് പറയുന്നത് മോശമല്ലേ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളായിട്ടുള്ള നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്, അപ്പോൾ ഇപ്പൊ തന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് jnj.banksupport.in നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും പേഴ്സണൽ ലോൺസ് ഒക്കെ നമ്മുടെ റെഫറലും ത്രൂ തന്നെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിട്ട്. നല്ല ഇടിയോട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനൽ ജയിച്ചു പോലെ കാണാത്തവർ പോയി കണ്ടു നോക്കുക. നമ്മളതിൽ ന്യൂസുകളാണ്, ഫൈനാൻഷ്യൽ ന്യൂസ്, ടെക്നിക്കൽ ന്യൂസ്, മൂവി ന്യൂസ് നമ്മളൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായാലും കയറി നോക്കട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എല്ലാത്തിൻ്റെ ലിങ്ക് നൽകാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടാണ്. അടുത്ത കാണാം.